കഴിഞ്ഞ വീഡിയോ ശബരിമലയിലെ സ്വർണ്ണ കക്കൽ മുക്കൽ നക്കൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ടാവുമാർ, അതോ അയ്യപ്പൻ ഇറങ്ങി ഓടിക്കാണുമോ എന്നുള്ളത് ഒരു തീരുമാനമില്ലേ. വിഗ്രഹം വരെ ചിലപ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ച് പഴയ വിഗ്രഹം എടുത്ത് വിറ്റ് കാണുമാർ. കാരണം ഇതിനൊക്കെ ഒരു വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല, മനസ്സിലാവും. അതും തന്നെ ഇപ്പോൾ കാണാതായ സ്വർണത്തിൻ്റെ വാല്യൂ അല്ല, അതിനൊരു ഡിവൈൻ വാല്യൂ വേറെ ഉണ്ട്. ഓക്കെ, ഒരു വിശ്വാസി സമൂഹം ഇത് ഭയങ്കര എന്തോ സംഭവമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കുറേ വരും, ഒരു പലതരത്തിലുള്ള ലാഭങ്ങൾ വരും, ഡിവൈൻ ഒരു ഓറ വരും, ശത്രു സംഹാരം, അങ്ങനെ പണം കുന്നുകൂടാൻ, ധനലാഭം, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്വർണത്തിൻ്റെ പീസുകൾ, ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനത്തെ ഐഡൽസിൻ്റെ പീസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇതിനൊരു ഡിവൈൻ വാല്യൂ ഭയങ്കരമായിട്ട് മാർക്കറ്റിലുണ്ട് ഈ സാധനത്തിന്, മനസ്സിലായോ. പിന്നെ ശബരിമല അയ്യപ്പൻ ആ ടെമ്പിൾ, അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ശത്രു നിഗ്രഹം, ഈ ശനി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള സ്കീമിലൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ശനിദശ വരാതിരിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പല കൊക്കോടീശ്വരന്മാരും ചിലപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു മൺതരിയാണെങ്കിൽ പോലും എടുത്ത് അത് വൻ പൈസയ്ക്ക് മേടിച്ച് ഇത് ഈ ഭൂട്ടാനിൽ നിന്ന് വന്ന കാറിൻ്റെ പിന്നാലെ ഇ ഓടുണ്ടല്ലോ, അതുക്കും വലിയ സ്കീമാണ്. ഇ ഒന്ന് ഇറങ്ങി തിരിച്ചോടിയതിൻ്റെ ബാക്കിലുള്ള പല വമ്പന്മാരും വീഴും. അപ്പം എന്താണെങ്കിലും ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണം അതെന്ത് ചെയ്തു, എങ്ങനെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ആർക്കും ഇല്ല. ഈ അന്വേഷണമൊക്കെ മുന്നോട്ട് പോയി കണ്ടുപിടിച്ച് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടൂ. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു, ചേട്ടാ ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇതിനൊരു ക്ലാരിറ്റി കിട്ടിയത്. ഞാൻ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാം. വേറെ ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ് ന്യൂസിൽ ആരും അധികം ചർച്ച ചെയ്ത് കാണാത്തൊരു ആസ്പെക്റ്റും കൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യണമല്ലോ. അത് ഇതാണ്, സ്വർണ്ണപ്പാളി ശനിദോഷം അകറ്റാനും ഐശ്വര്യത്തിനും കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റു. ഇതിൽ ഈ ഒരു ആസ്പെക്റ്റ്, ഓക്കെ, കോടിക്കണക്കിന് രൂപയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശനിദശ മാറാൻ വേണ്ടി വിറ്റോ ഇല്ലേ എന്നുള്ളത്, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കോർ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഈ ഉണ്ണികൃഷ്ണപ്പോറ്റി അല്ലെങ്കിൽ മുരാരി ഇങ്ങനത്തെയൊക്കെ കുറേ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പേരുകൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഇവരൊന്നും അല്ല, ഇവരൊക്കെ വേറെ ആർക്കോ വേണ്ടി പണിയെടുത്തതാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അതാരൊക്കെയാണ് ഈ ഇവിടെ നിന്ന് കാണാതായ ഈ സ്വർണം ആരുടെ വീട്ടിലാണിപ്പോൾ, ഏത് രൂപത്തിലായിരിക്കണേ എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അപ്പോൾ ആദ്യം ഇവിടെ സ്വർണം വന്ന വഴി നമുക്ക് നോക്കാം. ശബരിമല അമ്പലത്തിലേക്ക് സ്വർണം വന്ന വഴി ആദ്യം നമുക്കറിയണമല്ലോ. അപ്പോൾ അതിന് 1998 വിജയ് മല്യ 42.8 kg ഗോൾഡ് അവിടെ ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ആ ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ കൊടുത്ത സ്വർണം എവിടേക്കാണ് ഇവർ ഗോൾഡ് പ്ലേറ്റ് ചെയ്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ റൂഫ്, ഓക്കെ, ശബരിമല അമ്പലത്തിൻ്റെ റൂഫ്, അതിനുശേഷം മെയിൻ ഡോർ, ഓർണമെൻറ്റ്സ് ഓൺ ബോത്ത് സൈഡ്, അതായത് സൈഡിലുള്ള കുറച്ച് ഓർണമെൻ്റൽ പ്ലേറ്റ്സ് ഉണ്ട് ഈ അമ്പലത്തിൻ്റെ ഡോറിന് സൈഡിലുള്ള പ്ലേറ്റുകൾ അതിൽ. പിന്നെ പില്ലേഴ്സ്, കലശം, എലിഫൻറ്റ് ഷേപ്ഡ് പ്ലേറ്റ്സ് ഓൺ ഓൾ 4 sides ആൻഡ് 3 കർണ കുണ്ടംസ്. ഓക്കെ, അതായത് ഒരു എൻറ്റയർ ആ അമ്പലത്തിൻ്റെ ചുറ്റും ഇവർ സ്വർണം പതിച്ചിട്ടുണ്ട്. ഓക്കെ, സ്വർണം പതിക്കാത്ത ഒന്നും അവർ വിട്ടിട്ടില്ല. അത് 1998 വിജയ് മല്യ കൊടുത്ത സ്വർണം ഇങ്ങനെയൊക്കെയാണ് പതിച്ചത്. ഇനി ഇതല്ലാതെ 2009 അവിടെ ഒരു സ്വർണ്ണം ഇതേപോലെ പതിച്ചിട്ടുണ്ട്. സ്വർണം അവിടെ ആ പ്രാവശ്യം വെച്ചത് ഇതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ഇപ്പോൾ സബ്മൂർത്തികളെന്ന് പറയും, ഇത് മെയിൻ മൂർത്തി അയ്യപ്പൻ, ഇനി സബ്മൂർത്തികളുണ്ട് ഒരു അമ്പലത്തിന്. അപ്പോൾ ഈ വേറെ പ്രതിഷ്ഠകൾ നോക്കുമ്പോൾ അവിടെ ഉള്ളത് കന്നിമൂല ഗണപതി, മാളികപ്പുറത്തമ്മയാണ്. അപ്പോൾ മാളികപ്പുറത്തും കന്നിമൂല ഗണപതിക്കും വീണ്ടും സ്വർണം പൂശിയിട്ടുണ്ട് 2009. ആ സ്വർണം ഇപ്പോൾ അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം മെയിൻ ടെമ്പിളിൻ്റെ ഡോറും അവിടെയുള്ള ദ്വാരപാലക ശില്പത്തിലുള്ള സ്വർണവും പാളികളും ഒക്കെ അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് സബ്ദൈവങ്ങളുടെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോയിക്കൂടാ. അന്ന് 2009 കുമരൻ സിൽക്ക് ഹൗസ് ചെന്നൈ അവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സ്വർണ്ണം 2009 കന്നിമൂല ഗണപതിക്കും മാളികപ്പുറത്തമ്മയ്ക്കും അവരുടെ ചുറ്റുപുറമുള്ള കാര്യങ്ങളിൽ സ്വർണം പൂശാൻ വേണ്ടി സ്വർണം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് അൺനോൺ ആണ്. അത് ചിലപ്പോൾ രജിസ്റ്ററിലും കാര്യത്തിലൊക്കെ കാണും, ചിലപ്പോൾ കാണാതിരിക്കും. പിന്നെ 2015 18-ാം പടി,
അത് പഞ്ചലോഹമാണ്. സ്വർണവും പഞ്ചലോഹവും കൂടി മിക്സ് ചെയ്തിട്ടാണ്, പഞ്ചലോഹത്തിലാണത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് SM എൻഫോഴ്സ് ഫ്രം ബാംഗ്ലൂർ അവരാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവർ എത്ര സ്പോൺസർ ചെയ്തു, അത് എത്രത്തോളം പൂശിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ ചിലപ്പോൾ പുറത്തു വരുമായിരിക്കും. അപ്പോൾ 1998, 2009 കുമരൻ സിൽക്സ് ഹൗസ് ചെന്നൈ, പിന്നെ 2015 വീണ്ടും SM എൻഫോഴ്സ് ഫ്രം ബാംഗ്ലൂർ 18ാം പടിക്ക് സ്വർണം പൂശി. പിന്നെ 2017 കൊടിമരത്തിന് സ്വർണം പൂശിയിട്ടുണ്ട്. ഈ കൊടിമരത്തിന് സ്വർണം പൂശിയത് 9.16 കിലോ ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്രോക്സിമേറ്റ് വാല്യൂ അന്നത്തത് 3.21 കോടി രൂപയ്ക്ക് അവിടെ സ്വർണം പൂശിയിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് തന്നെയാണ് അതിന് മുൻകൈ എടുത്ത് ആ സ്വർണം പൂശിയിട്ടുള്ളത്, 3 കോടി ചില്ലറ ചിലവാക്കിയിട്ട്. അതിനുശേഷമാണ് 2019 ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഡോറുകൾ ശബരിമല ശ്രീകോവിലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മാർച്ച് 11, 2019. ആ ഡോറുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണ പോറ്റിയെ ആദ്യമായിട്ട്, ഇപ്പോൾ കുറേ വിഷ്വൽസൊക്കെ വരുന്നത്, ആദ്യമായിട്ട് അവളുടെ ശബരിമലയിൽ ഇത്രയും വിസിബിളായിട്ട് സ്പോട്ട് ചെയ്യുന്നത്. കാരണം ഉണ്ണികൃഷ്ണ പോറ്റി മാത്രമല്ല, അതിൽ ബാംഗ്ലൂർ ബേസ്ഡ്, ബെല്ലാരി ബേസ്ഡ് ആയിട്ടുള്ള ബെൽറ്റിൽ നിന്ന് കുറേ ബിസിനസ്മാൻമാരടക്കമുള്ള ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ സ്വർണ്ണ ഡോർ അന്ന് അവിടെ ഈ ശബരിമല ടെമ്പിളിലേക്ക് അന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ളത് സ്വർണം പൂശിയിട്ട്. നിങ്ങൾ ആലോചിക്കണം, ഈ ഉണ്ണികൃഷ്ണ പോറ്റി ബാംഗ്ലൂരിലുള്ള ശ്രീരാംപുരയിലുള്ള അയ്യപ്പ ടെമ്പിളിൽ ജോലി എടുത്തു എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് കർണാടകയായിട്ട് കണക്ഷൻ ഉണ്ട്. ഈ കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ അന്തം വിട്ട ഡിവോട്ടീസ് ഉള്ളത്. ശബരിമല സീസണിൽ നിങ്ങൾ നോക്കിയാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ ഡിവോട്ടീസ് വരുന്നത് തെലുങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും. അപ്പോൾ തെലുങ്കാന കർണാടക ബോർഡർ അല്ലെങ്കിൽ കർണാടക തെലുങ്കാനയിൽ നിന്നൊക്കെ വരുന്ന അന്ധമായിട്ടുള്ള വിശ്വാസികളെ പറ്റിച്ച ഒരു സ്കീം ഇതിനകത്ത് ഉണ്ണികൃഷ്ണ പോറ്റി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഇതിൻ്റെ മെയിൻ എലമെൻറ്റുകൾ. അതായത് ഇപ്പോൾ ഈ സ്വർണ്ണ നമ്മളെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് കാണാതായ സ്വർണം മാത്രമല്ലാതെ ഇതിനകത്തുനിന്ന് പോയി എന്ന് പറയപ്പെടുന്ന വേറെ കുറച്ച് കാര്യങ്ങളാണ്. യോഗദണ്ഡും രുദ്രാക്ഷമാലയും അതിൽ സ്വർണം കെട്ടാൻ കൊടുത്തിട്ട് അത് പുറത്തു പോയിട്ട് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി സ്വർണം കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഇനിയും സ്വർണം കെട്ടാൻ വേണ്ടി കൊടുത്തപ്പോൾ അതെങ്ങനെ ചെയ്തു? അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ദ്വാരപാലക ശില്പത്തിലോ ഒരു ഡോറിലോ ഒരു സ്വർണ്ണപ്പാളിലോ അവിടെ ഒന്നും നിൽക്കുന്നില്ല. ആ ശബരിമല അമ്പലത്തിൽ എവിടെയൊക്കെ സ്വർണം വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അവർ കൈ വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് ഈ ഒരു ഉണ്ണികൃഷ്ണ പോറ്റി മാത്രമല്ല, ഇതിലിപ്പോൾ ഈ പറഞ്ഞ യോഗദണ്ഡും രുദ്രാക്ഷമാലയ്ക്കൊക്കെ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് വന്നത് അവിടുത്തെ തന്നെ മുൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള പത്മകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള പത്മകുമാറിൻ്റെ മകനാണ്. അതെങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് അച്ഛനിരിക്കുന്ന സമയത്ത് മകൻ എങ്ങനെ ഇവർ ഈ സാധനം എടുത്തു കൊടുക്കും? അങ്ങനത്തെയൊക്കെ കുറേ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു വലിയ കോക്കസ് ചെയ്ത പരിപാടിയാണ്. നമുക്ക് പറഞ്ഞു ഓക്കെ, മെയിൻ ഫോക്കസ് പോകുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ഇവർ എടുത്തു കൊണ്ടുപോയ സ്വർണം എവിടെ എത്തിച്ചു, അല്ലെങ്കിൽ ആ സ്വർണ്ണ പാളികൾ എവിടെ എത്തിച്ചു, അത് ഏതെങ്കിലും ഒരു വമ്പൻ്റെ വീട്ടിലിരിക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ടൊക്കെ നമുക്ക് വരുമ്പോൾ ഓബിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ ആസ്പെക്റ്റ്, ശനിദോഷം മാറാൻ വേണ്ടിയിട്ടും നല്ലത് വരാൻ വേണ്ടിയിട്ടും ധനം കുന്നുകൂടാനും പിന്നെ ഈ സമ്പദ് സമൃദ്ധി കുന്നുകൂടാനൊക്കെ വേണ്ടിയിട്ട് ചില ആളുകളെ കൺവിൻസ് ചെയ്ത് ഇത് ഇന്ന അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന അയ്യപ്പനെ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ആ അയ്യപ്പൻ്റെ മൊത്തത്തിൽ ആ പറഞ്ഞ പ്രതിഷ്ഠനെ അടിച്ചു മാറ്റി പോയിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഇനി അല്ലെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്നാലും നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുത്തതായിരിക്കാം. അത് എത്ര രൂപയ്ക്ക് കൊടുത്തു എന്നുള്ളതൊന്നും ഒരു അറിവില്ല. ഇനി രൂപയ്ക്കാണോ, അതിന് തുല്യമായ സ്ഥലമോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടോ, അതോ ഇനി ഇവർ ഫോറിൻ കറൻസി ആയിട്ട് ഓക്കെ ഇവരുടെയൊക്കെ യാത്രകൾ ട്രാക്ക് ചെയ്യണം. ട്രാവൽ ഇവരെവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഉണ്ണികൃഷ്ണ പൂറ്റി അടക്കമുള്ള ആളുകൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ അടക്കം ട്രാക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് കർണാടക ബെൽറ്റിലാണ് ഈ സാധനം സെയിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ അത് അവിടെയാണ് പോയിട്ടുള്ളത്. ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണം അല്ലെങ്കിൽ അടിച്ചു മാറ്റിയ സ്വർണം വിൽപ്പന നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കർണാടക തെലുങ്കാന ബേസിലുള്ള ഏതോ ഒരു വൺ ഷോട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പങ്കിട്ടെടുത്തത്, അല്ലെങ്കിൽ ഒരു ഒറ്റ ബിഗ് ഷോട്ട് അതെടുത്ത് വാങ്ങി ഉരുക്കി ചിലപ്പോൾ ഒരു അയ്യപ്പ വിഗ്രഹമായിട്ട് തന്നെ അയാളുടെ എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് പ്ലേസിൽ വെച്ചിട്ടുണ്ടാവും. ചാൻസസ് ആർ വെരി ഹൈ. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ ഈ കർണാടകയായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം മുതലേ ഈ ഉണ്ണികൃഷ്ണ പോറ്റി, ശ്രീരാംപുര ടെമ്പിൾ, ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു പേര് ഭയങ്കര ഡോമിനൻ്റ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, വിനീത് ജെയിൻ.
ഈ വിനീത് ജെയിൻ എന്ന് പേരുള്ള ഈ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ് മാൻ, അയാൾ ഈ പറഞ്ഞ ശ്രീരാംപുര ടെമ്പിളിലെ എന്തോ ഒരു സെറ്റപ്പ് പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അത് ഉണ്ണികൃഷ്ണ പോറ്റിയുമായിട്ട് ഇയാളുടെ ഒരു ബന്ധം വെച്ച് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ ടൈമിൽ ഇതിലേക്ക് ഇയാളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് ഇവിടെ മീഡിയാസ് എടുത്ത സമയത്ത് ഉണ്ണികൃഷ്ണ പോറ്റി ഈ പറഞ്ഞ വിനീത് ജെയിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ച സമയത്ത് മീഡിയയ്ക്ക് കൊടുത്ത റിപ്ലൈ ഞാനൊന്നും ഇവിടെ വയ്ക്കാം. വിനീത് ജെയിൻ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്. സുഹൃത്ത് തന്നെയാണ്. ബാംഗ്ലൂർ സാമ്പത്തിക ഇടപാട് വല്ലതും ഉണ്ടോ? സാമ്പത്തിക ഇടപാട് ഇപ്പൊ നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങളിപ്പോൾ ഒരു 1000 രൂപ കടം വാങ്ങിച്ചിട്ട് ആ 1000 രൂപ കടം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കില്ലേ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും സാമ്പത്തിക സഹായം വാങ്ങിച്ചിട്ടുണ്ടാവാം, കൊടുത്തിട്ടും ഉണ്ടാവും. ഉണ്ണികൃഷ്ണ പോറ്റി പറയുന്നത് വിനീത് ജെയിനായിട്ട് ബന്ധമുണ്ട് എന്നും ചിലപ്പോൾ ഒരു 1000 രൂപയുടെ ഒരു ചായ കുടിച്ച ബന്ധം, അതാണിപ്പോൾ വിനീത് ജെയിനോട് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഉണ്ടെന്ന് ഉണ്ണികൃഷ്ണ പോറ്റി പറയുന്ന ബന്ധം. എന്നാൽ വിനീത് ജെയിന് പറയാനുള്ള ബന്ധം നിങ്ങൾ കേട്ടോ? Sir, we are friends with him. Yeah. We go to temple. I go to Shrirampuram temple. That is the place where I met Muni Krishna Poti. I have no whatsoever connections with him. Neither any cash transaction has happened between me or him, or either any cash transaction or any form of offering has been happened from my side to Lord Ayyappa Swami Sharanam Ayyappa. How long you know him? Sir, from 2018 or 19 we were close friends. Yeah. From the last 2-3 years I was going to the temple. Now I have stopped going to the temple from the last 3 or 4 years. After COVID there is no connection at all. Those are all false allegations, sir. 100 people will tell 100 things. Yeah. I cannot go and close everyone's mouth. Yeah. I have no way connections with any form of donations to the temple or any cash transactions with Muni Krishna, and I don't feel also that any type of this activity is being happened. I am very clearing the entire Kerala state with this statement saying that I have not done any form of charity to Lord Ayyappa Swami temple, and I have not given 1 rupee coin to Lord Ayyappa Swami temple, or I have not given 1 rupee coin also to Muni Krishna Swami. All the allegations or whatever is made by the media should be caught for putting a wrong statement against me. Thank you, sir. മീഡിയയ്ക്കാണ് തെറ്റ് പറ്റിയത് എന്നാണ് വിനീത് ജെയിൻ പറയുന്നത്. അതായത് ഉണ്ണികൃഷ്ണ പോറ്റിനെ 18-19 വർഷങ്ങളിൽ 2018-19 വർഷങ്ങൾ അറിയാമെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെയാണ് അവിടുത്തെ സ്വർണ്ണപ്പാളി അഴിച്ചു കൊണ്ടുപോയതും അത് കൊണ്ടുപോയതിന് 10-40 ദിവസത്തിന് ശേഷമാണ് ഈ സാധനം ചെന്നൈയിൽ എത്തിച്ചത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞത് ഇപ്പോൾ അടുത്ത് റീസെൻ്റ്ലി. അപ്പോൾ 18-19 ഈ വിനീത് ജെയിന് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണ പോറ്റീനെ അറിയാം. അവർ ഈ ശ്രീരാംപുര അയ്യപ്പ ടെമ്പിളിൽ വെച്ച് കണ്ടു എന്നും അവിടെ നിന്നുള്ള പരിചയമാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു ഞാൻ ഒരു തരത്തിലുള്ള ഓഫറിങ്ങും ഈ പറഞ്ഞ അയ്യപ്പന് കൊടുത്തിട്ടില്ല, ആ അമ്പലത്തിലേക്ക് കൊടുത്തിട്ടില്ല, 1 രൂപ പോലും ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ല എന്നൊക്കെ. എന്നാൽ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് ഇത് കുറച്ച് 2019, അതായത് ഈ അടിച്ചുമാറ്റൽ തിന്നൽ സമയം നടന്ന സമയമുണ്ടല്ലോ, 2019 ഈ പാളി ഇളക്കി കൊണ്ടുപോയത് ഈ ഉണ്ണികൃഷ്ണ പോറ്റി. ആ ടൈമിൽ 2019 വൺ ഇന്ത്യ കന്നഡ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ പോർട്ടലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. ഹലസുര ബിസിനസ് മാൻ വിനീത് ജെയിൻ ഹാസ് ഡെഡിക്കേറ്റഡ് ഗോൾഡ് പ്ലേറ്റിംഗ് ടു ദി 2 walls ആൻഡ് ദി ഗേറ്റ് കീപ്പേഴ്സ് ഓഫ് അയ്യപ്പ സ്വാമി ടെമ്പിൾ ഇൻ കേരള. വിനീത് ജെയിന് കേരളത്തിലെ ഈ പറഞ്ഞ ശബരിമല അമ്പലത്തിലേക്ക് ദ്വാരപാലകരിലേക്ക് സ്വർണ്ണ പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി സ്വർണം സ്പോൺസർ ചെയ്തു. അന്ന് 2019 വൺ ഇന്ത്യ കന്നഡ കൊടുത്തിട്ടുള്ള ഒരു ന്യൂസിൻ്റെ ലിങ്കാണ്. ഇനി അടുത്തത് ഇതൊന്നുമല്ല, റീസെൻ്റ്ലി മെയ് 26, 2025 അയ്യപ്പ ഡിവോട്ടീസ് എന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്ക് പേജിനകത്ത് ഒരു ചില്ലുവേരു ശ്രീനിവാസ് എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തി ഇട്ട ഒരു പോസ്റ്റാണ്. അതിനകത്ത് അയ്യപ്പനും ദ്വാരപാലകരും ഉള്ളൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഗാർഡിയൻ ഡയറ്റീസ് അറ്റ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിൾ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് എഴുതിയിട്ടുണ്ട്, ഇൻ 2019 ബേസ്ഡ് ഓൺ എ ഡിവൈൻ വിഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ വിനീത് ജെയിൻ, എ ബിസിനസ് മാൻ ഫ്രം ബംഗളൂരു. ദിസ് ഗാർഡിയൻ ഡയറ്റീസ് were adorned with gold covering at the Shabarimala temple. This act was carried out as a mark of devotional and reverence towards Lord Ayyappa and his loyal guardians. അങ്ങനെയുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ ദ്വാരപാലകരിലേക്ക് കോൺസെൻട്രേഷൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ കന്നഡ തെലുങ്കാന ബേസ്ഡ് ആയിട്ടുള്ള ഇവർ
ദ്വാരപാലകരിലെ ഇപ്പം അയ്യപ്പനെ മൊത്തത്തിൽ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ സീനാവും, അത് കണ്ടുപിടിക്കില്ലേ പ്രശ്നം എന്നുള്ളതുകൊണ്ടാണ് ഈ ദ്വാരപാലകരിലേക്ക് ഇവരുടെ കണ്ണു പോകുന്നത് വെച്ചാൽ വാട്ട് ഈസ് ഈസ് ദ്വാരപാലകർ? അതായത് ഇവർ ഗാർഡിയൻസാണ്, അയ്യപ്പന് ഗാർഡ് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിൽ തന്നെ ഈ 2 ദ്വാരപാലകരുടെ പേര് റെഫർ ചെയ്യുന്നത് വിജ്ഞാനന്ത്രി ആൻഡ് ശത്രുഹന്ത്രി എന്നാണ്. ഒന്ന് വിഘ്നങ്ങൾ തീർക്കാനുള്ള ഒരാളും ഒന്ന് ശത്രുക്കളെ ഹനിക്കാനുള്ള ഒരാളും, 2 ഗാഡ്സാണ്. അപ്പോൾ ഇവരുടെ ദേഹത്ത് പൂശിയ സ്വർണത്തിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങൾ ഒന്നിച്ച് ഈ സ്വർണം പൂശിയ ഈ ചെമ്പോ അല്ലെങ്കിൽ സ്വർണ്ണോ എന്തോ ആയിക്കോട്ടെ, അവർക്ക് അതിനൊന്നും അല്ല ഇവിടുത്തെ വാല്യൂ. സ്വർണത്തിനും ചെമ്പിനും ഡയമണ്ടിനും ഒന്നും അല്ല ഇവിടുത്തെ വാല്യൂ, ഇവർക്ക് ആ ഐഡൽസിനാണ് വാല്യൂ. അതുകൊണ്ട് കൊണ്ടുവന്ന ലൈഫാണ് സെറ്റായി, വിഘ്നങ്ങൾ തീർന്നു, ശത്രു സംഹാരം നടന്നു, അയ്യപ്പനെ വീട്ടിലിരുത്തിയ പോലെയായി. ഇത് തിങ്ക് ചെയ്തിട്ട് കോടിക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്യാൻ ഈ കർണാടക തെലുങ്കാന ബെൽറ്റിലുള്ള പല കോടീശ്വരന്മാരും കാണൂടെ. മനസ്സിലായി? ഇതാണ് ഇതിൻ്റെ ബാക്കിലുള്ളൊരു ഐഡിയ എന്നാണ് എനിക്ക് തോന്നുന്നൊരു കോൺസ്പിറസി. ഓക്കെ, മേ ബി തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. ബിക്കോസ് ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ന്യൂസൊക്കെ പൊന്തി വരുന്നതിൻ്റെ ആ സമയത്ത് ഈ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഈ പറഞ്ഞ ദ്വാരപാലക ശില്പങ്ങളിലുള്ള സ്വർണം എന്ത് ചെയ്യണം, സ്വർണ്ണപ്പാളി രണ്ടാമത് സ്വർണം തേക്കണം, അല്ലെങ്കിൽ ആ സ്വർണ്ണപ്പാളി മൊത്തം പോയി ചെമ്പായി, അപ്പോൾ ചെമ്പിൽ ഇനി സ്വർണം പൂശണം എന്നുള്ളൊരു സ്വപ്നം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ സാധനം ഇളക്കിപ്പറിച്ച് കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. കർണാടകയിൽ ഈ കഥ ശ്രീരാംപുര ടെമ്പിളിലുള്ള ഈ വിനീത് ജെയിൻ, ഓക്കെ, ഈ വിനീത് ജെയിൻ ഈ സ്വർണം അങ്ങോട്ട് സ്പോൺസർ ചെയ്യാൻ തന്നെ കാരണം വിനീത് ജെയിൻ്റെ ഉറ്റ ഫ്രണ്ടായ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഈ സ്വപ്നത്തിൽ കണ്ട വിഷൻ്റെ മുകളിൽ അത് ഇയാളോട് പറഞ്ഞു എന്നും ഇയാൾ അവിടുന്ന് കുറേ ബിസിനസ്മാനെ ബെല്ലാരി സർക്കിളിലും കർണാടകയിലുള്ള കുറച്ച് ബിസിനസ്മാൻമാരെ കൂട്ടിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പൂശിച്ചു കൊടുത്തു എന്നുള്ള കഥകളാണ് അവിടെ പരക്കുന്നത്. എന്തോ വിനീത് ജെയിൻ്റെ അടുത്തേക്ക് ഇവിടുത്തെ ന്യൂസുകാർ 1-2 ആൾക്കാർ ചെന്നു എന്നല്ലാതെ അയാൾ ഈ കള്ളനുണ പറഞ്ഞു വിട്ടു എന്നല്ലാതെ വേറെ കുറേ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. ഇനി ഇതൊരു വിനീത് ജെയിനിലോ ഒരു ഉണ്ണികൃഷ്ണ പോറ്റിയിലോ തീരുമെന്നും എനിക്കറിയില്ല. അതോ ഇനി രാജ്യം കണ്ട ഏറ്റവും വലിയ ബിസിനസ്സുകാരുടെ അടുത്തേക്ക് ഈ കേസ് എത്തിക്കുമോ എന്നുള്ളതൊന്നും എനിക്കൊരു പിടുത്തമില്ല. അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു വൻ സീനായിരിക്കും ഈ സംഗതി. അല്ലെങ്കിൽ ഇതിങ്ങനെ പോവും എഴഞ്ഞും പിടിച്ചു. ഒരു വിനീത് ജെയിനിലും എത്തില്ല, ഉണ്ണികൃഷ്ണ പോറ്റിയിലും മുരാരിയിലും ഒക്കെ ആയിട്ട് ഇതിവിടെ തീർന്നു പോകും. അതാവും നടക്കാൻ പോണത്. എന്താണെങ്കിൽ ഞാൻ പറഞ്ഞത് വിശ്വാസമാണ് വിറ്റത്. സ്വർണം വിറ്റ് പൈസക്കാരായതല്ല, വിശ്വാസികളുടെ വിശ്വാസം വിറ്റിട്ട് അതിന്ന് പൈസ ഉണ്ടാക്കി. ആ പൈസ ഞാൻ വീണ്ടും പറയുന്നു, കാശായിട്ട് അല്ലെങ്കിൽ ബാങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ അങ്ങനെ നോട്ടായിട്ട് വാങ്ങുന്നൊന്നും ആവില്ല. ഇതൊക്കെ സ്കീം വേറെ കോടിക്കണക്കിന് രൂപയായതുകൊണ്ട് തന്നെ ഈ സംഗതികൾ മിക്കവാറും പോയിട്ടുണ്ടാവുക ഗൾഫ് വഴി. ഓക്കെ, ഇവരുടെയൊക്കെ ഗൾഫിലേക്കുള്ള പല രാജ്യങ്ങളിലേക്ക് ട്രാവൽ നമ്മൾ ചെക്ക് ചെയ്യണം. ബിക്കോസ് അവിടെ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ കാശുകളുടെ ഡീലോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നടന്നിട്ടുണ്ടാവുക. ഓക്കെ.